ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനമാണല്ലോ ഈ പഠന പരമ്പരകളിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ധ്യാനാത്മകമായി അല്പസമയം ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൃപ നൽകിയിരിക്കുന്നത്. കൊരിന്ത്യരുടെ ഒന്നാം ലേഖനം 1-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം പഠന വിഷയമാക്കിയത്. കഴിഞ്ഞ പഠനത്തിൽ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് നൽകിയതായ ഒരു നല്ല സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. 5 കാര്യങ്ങളാണ് പൗലോസ്ലീഹ കൊരിന്ത് സഭയ്ക്ക് നൽകിയതായ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത്, അവർ നല്ല ഒരു ക്രിസ്തീയമായ സാക്ഷ്യം നിർവഹിച്ചവരായിരുന്നു. രണ്ടാമതായിട്ട്, കൊരിന്ത്യ സഭ ആത്മീകമായ നൽവരങ്ങളിൽ ഒട്ടും കുറവില്ലാത്തവരായിരുന്നു. അതായത് ആത്മീക നൽവരങ്ങളിൽ തികവുള്ളവരായിരുന്നു. മൂന്നാമതായിട്ട്, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാണ് കൊരിന്ത്യ സഭ. നാലാമതായിട്ട്, അവർ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. അഞ്ചാമതായിട്ട്, പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ക്രിസ്തുവേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ ക്ഷണിച്ചവനായ ദൈവം വിശ്വസ്തനാണ്. ആദിമകാലം മുതൽ നമ്മളുടെ പൂർവ്വപിതാക്കന്മാരോടും തൻ്റെ ജനത്തോടും ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളെല്ലാം പാലിച്ചവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാണ്. ആ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ വിവിധ ഭാഗങ്ങളിലൂടെ, വേദവാക്യങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്ന് തുടർന്നുള്ള പഠന ചിന്തയ്ക്കായി 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു പ്രബോധനമാണ്, ഒരു സന്ദേശമാണ് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് നൽകുന്നത്. കാരണം ഇത്രയൊക്കെ ആത്മീകമായ നൽവരങ്ങളിൽ തികവുള്ളവരായിട്ടും, ദൈവികമായ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായിട്ടും, ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നവരായിട്ടും, കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവരായിട്ടും, അവരുടെ ഇടയിലുണ്ടായിട്ടുള്ള ചില പിണക്കങ്ങൾ, ഒരുപക്ഷെ കക്ഷിവഴക്കുകൾ, വിവിധ ഗ്രൂപ്പുകളുടെ അതിപ്രസരങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ കൊരിന്തിൽ നിന്നും ക്ലോവയുടെ ആളുകൾ പൗലോസ്ലീഹായെ അറിയിക്കുന്നു. അപ്രകാരം കൊരിന്ത് സഭയിലുണ്ടായിരിക്കുന്ന പിണക്കങ്ങളെക്കുറിച്ചും കക്ഷിവഴക്കുകളെക്കുറിച്ചും ക്ലോവയുടെ ആളുകളിൽ നിന്ന് അറിവ് ലഭിച്ചപ്പോൾ ആ കൊരിന്ത് സഭയ്ക്ക് നൽകുന്നതായ ശക്തമായ ഒരു പ്രബോധനവും സന്ദേശവുമാണ് 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു പ്രതിസന്ധിയും സഭയിലൊരു വിഷയവും പിണക്കങ്ങളും ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തയായ ക്രൈസ്തവ വനിത ക്ലോവ അതിൽ ദുഃഖം പൂണ്ട് ഈ വിവരങ്ങൾ പൗലോസ്ലീഹായെ അറിയിക്കുകയാണ്. It provides the glimpses of women who played vital roles of the ministry
ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ ചർച്ച്. ക്രിസ്തീയ സഭയുടെ ശുശ്രൂഷകളിൽ വളരെ അനുഗ്രഹകരമായി സതുദ്ദേശത്തോടെ ഇടപെടുന്ന സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സഭയിൽ ഒരു ഭിന്നതയുണ്ടായപ്പോൾ, അവിടെ പിണക്കങ്ങളുണ്ടായപ്പോൾ, അവിടെ ക്രൈസ്തവ സാക്ഷ്യത്തിന് മങ്ങലേറ്റപ്പോൾ അതിൽ നിന്നും സഭയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ തക്കവണ്ണം ക്ലോവയുടെ ആളുകളെ വിട്ട് പൗലോസ്ലീഹായെ ഇത് അറിയിക്കുന്നു. സഭയിൽ ഐക്യമുണ്ടാകേണ്ടിടത്ത് പിണക്കവും പിറുപിറുപ്പുമുണ്ടായിരിക്കുന്നു എന്നുള്ളത് ക്രൈസ്തവ സഭയ്ക്ക് അനുയോജ്യമല്ല, ഭൂഷണമല്ല. ഇതിന് പരിഹാരമുണ്ടാകണമെന്നാണ് ക്ലോവയുടെ ആളുകൾ പൗലോസ്ലീഹായെ അറിയിക്കുന്നത്. ഇവിടെ എപ്രകാരമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹായ്ക്ക് അറിവ് കിട്ടിയത് പ്രകാരം പൗലോസ്ലീഹ പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നുപോൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പരിശുദ്ധ സഭയുടെ ആത്മീയമായ നൽവരങ്ങളിൽ തികവുള്ളവരായ കൊരിന്ത സഭയിൽ ഉണ്ടായിരിക്കുന്നതായ ചില പേറുപിറപ്പും ചില വഴക്കുകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അതറിവ് കിട്ടിയത് ഇപ്രകാരമാണ്: ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരാണ്, മറ്റു ചിലർ പറയുന്നു ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരാണ്, ചിലർ പറയുന്നു ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാരാണ്. എന്നാൽ ഞങ്ങൾ ഇവരെ ആരുടെയും പക്ഷക്കാരല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ ഗ്രൂപ്പിലുള്ളവരാണ്, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനാണ് എന്ന് പരസ്പരം ഗ്രൂപ്പുകളിലും സഭാ നേതാക്കന്മാരുടെ പിൻബലത്തിലും നിന്നുകൊണ്ട് സഭയിൽ ഐക്യം നഷ്ടപ്പെടുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ നൽകുന്ന ശക്തമായ പ്രബോധനമാണ് ഈ വേദഭാഗങ്ങളിൽ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞിട്ടുള്ള ആത്മീയമായ നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ. കോരിന്ത സഭയിലെ വിവിധ ഗ്രൂപ്പുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ് അപ്പല്ലോസ്? അപ്പല്ലോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അലക്സാണ്ട്രിയയിലുള്ള ഒരു യഹൂദ ക്രിസ്ത്യാനിയായിരുന്നു അപ്പല്ലോസ്. ആദിമസഭയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സുവിശേഷകനാണ് അപ്പല്ലോസ്. അപ്പല്ലോസിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തികളുടെ 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്: അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു യഹൂദൻ എഫേസോസിൽ ഉണ്ടായിരുന്നു. അവൻ അലക്സാണ്ട്രിയക്കാരനായിരുന്നു. അവൻ സംസാരിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനായിരുന്നു, സാമർഥ്യമുള്ളവനായിരുന്നു കർത്താവിൻ്റെ തിരുവെഴുത്തുകളിൽ. അങ്ങനെയുള്ള ഒരു യഹൂദൻ എഫേസോസിലുണ്ടായിരുന്നു. അവൻ കർത്താവിൻ്റെ നാമത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സ്പഷ്ടമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്യുന്നവനായിരുന്നു. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ടു. ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി
അവന് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം വളരെ സ്പഷ്ടമായി പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ച ഒരു സുവിശേഷകനായിരുന്നു അപ്പല്ലോസ്. പൗലോസിൻ്റെ ഒരു സാക്ഷ്യം തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക. അവർക്കൊരു മുട്ടും വരരുത്. പൗലോസ് അത്രമാത്രം അവരെ സ്നേഹിക്കുന്നു. എന്നാൽ അവിടെ അപ്പല്ലോസിനെ നേതാവാക്കി കണ്ടുകൊണ്ട് അപ്പല്ലോസിൻ്റെ അനുയായികളായി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കൊരിന്തുകാരെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശുദ്ധ പൗലോസിനോടൊപ്പം കർത്താവിൻ്റെ സുവിശേഷം ശക്തമായി പ്രസംഗിക്കുകയും പള്ളികളിൽ പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു സുവിശേഷകൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രേറ്റയിലെ പ്രഥമ ബിഷപ്പായി തീരുകയും ചെയ്ത വ്യക്തിയാണ് അപ്പല്ലോസ്. അങ്ങനെ അവിടെ അപ്പല്ലോസിൻ്റെ പേര് പറഞ്ഞ് അപ്പല്ലോസ് ദൈവത്തെ ആരാധിക്കുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നുവെങ്കിലും അനുയായികൾ അദ്ദേഹത്തെ ഒരു നേതാവാക്കിക്കൊണ്ട് ആത്മീയമായ അനുഭവങ്ങളെല്ലാം അപ്പല്ലോസിലൂടെയാണ് ലഭിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ തക്കവണ്ണം അവിടെ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പോരായ്മ കൊരിന്ത്യ സഭയെക്കുറിച്ച് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ടൊരു വ്യക്തിയെപ്പറ്റി അവിടെ പറയുന്നത് കേഫാവിനെ കുറിച്ചാണ്. ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, മറ്റു ചിലർ പറയുന്നു ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാർ. ആരാണ് ഈ കേഫ? യേശു തമ്പുരാൻ തൻ്റെ അരുമശിഷ്യനായ പത്രോസിനെ കേഫ എന്ന് വിളിക്കുന്നുണ്ട്. കേഫ എന്ന അർത്ഥം പാറ എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യനായ ശിമോനെ കേഫ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അരമായ ഭാഷയിലുള്ള വാക്കാണ് പീറ്റർ. ഗ്രീക്ക് ഭാഷ വരുമ്പോൾ പെട്രോസ് എന്നാണ് അതിൻ്റെ വാക്ക് വരുന്നത്. ഇവിടെ പാലസ്തീൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള യഹൂദ ക്രിസ്ത്യാനികൾ പ്രശംസിക്കുന്നതും അനുയായികളായി തീരുവാൻ ആഗ്രഹിക്കുന്നതും കേഫാവിൻ്റെ പക്ഷക്കാരായിട്ടാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. കേഫാവിനെ പറ്റിയുള്ള ഒരു വ്യക്തി പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഈ കേഫാവ് എന്ന പേര് പത്രോസിൻ്റെ മറുപേരായിരുന്നു. ആദിമസഭയിൽ കർത്താവിലുള്ള വിശ്വാസം വളരെ ശക്തമായിട്ട് അടിസ്ഥാനമിട്ട് പണിയുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട കർത്തൃ ശിഷ്യനായിരുന്നു പത്രോസാകുന്ന കേഫ. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് ഓരോരോ നേതാക്കന്മാരുടെ പേരിൽ സഭ വിഭജിക്കപ്പെടുവാനായിട്ട് പാടില്ല. ക്രിസ്തു വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത ഒന്നാണ്. പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട്
അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രിസ്തു വിഭജിക്കപ്പെടുവാൻ പാടില്ല, സഭ വിഭജിക്കപ്പെടുവാൻ പാടില്ല. അതുകൊണ്ടാണ് സഭയെ ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഭ, ദൈവസഭ എന്ന് പറയുന്നത്. സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ്, 1 അധ്യായം 1-2 വാക്യങ്ങളിൽ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട സഭയാണ് ദൈവത്തിൻ്റെ സഭ. സഭ വിഭജിക്കപ്പെടുവാൻ പാടില്ല, ക്രിസ്തു വിഭജിക്കപ്പെടുവാൻ പാടില്ല. ഓരോ നേതാക്കന്മാരുടെ പേരിൽ സഭ വിഭജിക്കപ്പെടുവാനായിട്ട് പാടില്ല. വൺ ക്യാൻ ലീവ് ദ ചർച്ച് ബട്ട് നോട്ട് ഡിവൈഡ് ഇറ്റ്. ഒരാൾക്ക് പുറത്തു പോകാം, പക്ഷേ സഭ വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്തതാണ്, വിഭജിക്കപ്പെടുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഫാക്ഷണലിസം, കക്ഷിവഴക്കുകൾ സഭയിൽ വളരെ വേദനകളും മുറിവുകളും ഉണ്ടാക്കും. ഇതെല്ലാം വീണ്ടും വീണ്ടും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതൊന്നാണ്. സഭയിൽ വേദപണ്ഡിതന്മാരും വേദശാസ്ത്രജ്ഞന്മാരും നേതാക്കന്മാരും സുവിശേഷ പ്രഘോഷകരുമൊക്കെയായി കർത്താവിൻ്റെ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം എന്നാണ് ആധുനിക ക്രൈസ്തവ ലോകത്തോട് പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. ഭൗതികമായ ജ്ഞാനത്തിനുപരിയായി, ഭൗതികമായ തിരിച്ചറിവുകൾക്കുപരിയായി, ഭൗതികമായ നിലനിൽപ്പിനപ്പുറമായി ഞാനും നിങ്ങളുമായിരിക്കുന്നത്, ദൈവം ഓരോ സ്ഥാനത്തേക്ക് നമ്മെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നത്, ഓരോ ചുമതലകൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കുവാനാണ്. പൗലോസല്ല നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്, പൗലോസിൻ്റെ നാമത്തിലല്ല നിങ്ങൾ ഓരോരുത്തരും സ്നാനമേറ്റത്. വളരെ വ്യക്തമായിട്ട് ക്രിസ്തീയ മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ് പൗലോസ് നമ്മോട് ചോദിക്കുന്നത്. പൗലോസ് അല്ല നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്, പൗലോസിൻ്റെ നാമത്തിലല്ല നിങ്ങൾ സ്നാനമേറ്റത്, ക്രിസ്തുവല്ലേ, ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലേ നിങ്ങൾ വിശ്വസിച്ച് സ്നാനമേറ്റത്. അതുകൊണ്ട് പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും കേഫാവിൻ്റെ പക്ഷക്കാരനെന്നും പക്ഷം പിടിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞ് കക്ഷി തിരിഞ്ഞ് വഴക്ക് കൂടി സഭ കർത്താവിൻ്റെ ശരീരത്തിന് വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നവരായി തീരാതെ നിങ്ങൾ കർത്താവിൻ്റെ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കുവാനും ആ ക്രൂശിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാനും ദൈവികമായ സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാക്ഷ്യം നിർവഹിക്കുവാനായിട്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ചയിലേക്ക്, തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോഴാണ് ക്രിസ്തു മഹത്വപ്പെടുന്നത്, ദൈവം മഹത്വപ്പെടുന്നത്. എനിക്ക് മഹത്വമുണ്ടാകുവാനല്ല, എൻ്റെ ആരാധകരായിട്ട് മാറുവാനല്ല, എൻ്റെ അണികളായിട്ട് മാറുവാനല്ല. ഞാനായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപയാലത്രേ. ആ കൃപ കൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവിൻ്റെ ക്രൂശിലാണ്. ആ ക്രൂശിൽ പ്രശംസിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഉൾബോധവും ഉൾക്കാഴ്ചയും ദർശനവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സഭ മഹത്വപ്പെടും. ഇതൊരു വലിയ സന്ദേശമാണ് ആധുനിക ക്രൈസ്തവ ലോകത്തിന് പൗലോസ്ലീഹ നൽകുന്നത്
എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന് ഉദ്ബോധബലകമായി പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ അവിടെ ക്രിസ്പോസിനെയും ഗായോസിനെയും അല്ലാതെ ആരെയും മാമോദീസ മുക്കിയിട്ടില്ലല്ലോ. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആരാണ് ഈ ക്രിസ്പോസ്? പൗലോസ്ലീഹ സ്നാനപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 18-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് സ്നാനം കഴിപ്പിച്ച ഒരു യഹൂദനായിരുന്നു കോരിന്തുകാരനായ ക്രിസ്പോസ്. നാം ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ സൊസ്തനോസിന് ശേഷം കോരിന്തിലുള്ള സിനഗോഗിലെ പള്ളി പ്രമാണിയായിരുന്നു, പള്ളിയുടെ ഭരണകർത്താവായിരുന്നു ക്രിസ്പോസ്. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്ത്യാനിയായി തീർന്ന വ്യക്തിയാണ് ക്രിസ്പോസ്. അവിടെ വീണ്ടും പറയുന്നത് ഗായോസിനെ പറ്റിയാണ്. ആരാണ് ഈ ഗായോസ് എന്ന് ചിന്തിക്കുമ്പോൾ, അദ്ദേഹവും കൊരിന്തിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഗായോസ്. പൗലോസ് റോമാലേഖനം എഴുതിയത് ഗായോസിൻ്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ടാണെന്നും അവർ പൗലോസിന് മാത്രമല്ല, പൗലോസിനും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്നവനുമായിരുന്നു ഗായോസ്. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. പൗലോസും റോമായിലെ സർവ്വസഭയ്ക്കും ആതിഥ്യം നൽകുന്നതായ ഒരു വ്യക്തിയായിരുന്നു. ഈ ഗായോസും പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്ത്യാനിയായി തീർന്ന വ്യക്തിയാണ് ഗായോസ്. യോഹന്നാൻ്റെ 3-ാം ലേഖനം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, പൗലോസ് സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ്ടും അവിടെ സ്തേഫാനോസിൻ്റെ കുടുംബക്കാരെ പറ്റിയാണ് പറയുന്നത്. സ്തേഫാനോസിനെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് അഖായിയ, പൗലോസ്ലീഹ തന്നെ അത് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, സ്തേഫാനോസിൻ്റെ കുടുംബം അഖായിയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ഈ ഒരു സന്ദേശം ഞാൻ 2-3 കുടുംബങ്ങളെയാണല്ലോ, അതായത് ക്രിസ്പോസിനെയും ഗായോസിനെയും സ്തേഫാനോസിൻ്റെ കുടുംബക്കാരെയും മാത്രമാണല്ലോ ഞാൻ സ്നാനപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ, പൗലോസ് നൽകുന്നതായ വരികൾക്കിടയിലൂടെ ഉള്ള ഒരു സന്ദേശം, ഞാൻ സ്നാനം കഴിപ്പിക്കാനല്ല, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു ധ്വനിയാണ് പൗലോസിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തമ്പുരാൻ ഇപ്രകാരമാണ് ശിഷ്യന്മാരോട് കൽപ്പിച്ചയച്ചത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് സകല ജാതികളോടും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്നാൽ പൗലോസ്ലീഹ സ്നാനം കഴിപ്പിച്ചില്ല എന്നുള്ളതല്ല, ആ അർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. കൂടുതൽ പ്രാധാന്യം സുവിശേഷീകരണത്തിനാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം അനേക ജാതികളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ്ലീഹ കൂടുതലായിട്ട് ശ്രമിച്ചത്. കാരണം
ക്രിസ്തുവിലുള്ള കൂട്ടായ്മ, ഐക്യം, സ്നേഹം എന്നിവയിൽ ക്രിസ്തു വിശ്വാസികൾ സഭ നിലനിൽക്കുവാൻ തക്കവണ്ണം സഭയെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും തഴുകി ഒന്നാക്കുന്ന ഒരു പ്രക്രിയയാണ് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ഒരു സന്ദേശമാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. ആ ഒരു അനുഗ്രഹത്തോടു കൂടി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.